പ്രതീക്ഷകളുമായി പുതുവർഷം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മീഡിയ ടൈമിൻ്റെ പുതുവത്സരാശംസകൾ. നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് നാട്. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകതയെന്ന പുതുവത്സര സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശം. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14കാരൻ പിടിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16കാരനെയും പോലീസ് പിടികൂടി. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ ഡേവിസ് ആണ് കൊല്ലപ്പെട്ടത്. മാളയിൽ അപകട സൂചനാ ബോർഡ് തകർത്ത് അപകടം. മാള പ്ലാവിൻമുറി റോഡിലാണ് അപകടം നടന്നത്. അപകട കാരണവും വാഹനം ആരുടേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. വാർത്തകൾ വിശദമായി. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് നാട്. വ്യത്യസ്ത ആഘോഷ പരിപാടികളോടെയാണ് നാടാകെ 2025 വരവേറ്റത്. പല സ്ഥലങ്ങളിലും സംഗീത പരിപാടികൾ നടത്തിയും പാപ്പാഞ്ഞിയെ കത്തിച്ചും പുതുവർഷം ആഘോഷമാക്കി. പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണ് പുതുവത്സര ദിനം. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകതയെന്ന് പുതുവത്സര സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശം. പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ല, പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണത്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെ. നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം. പുതുവർഷം സന്തോഷത്താൽ പ്രശോഭിതമാകട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14കാരൻ പിടിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16കാരനെയും പോലീസ് പിടികൂടി. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ ഡേവിസ് ആണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 8:45 സംഭവം. തർക്കത്തിനിടെ 14കാരൻ ലിവിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. ലിവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി 14കാരൻ്റേത് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. മാളയിൽ അപകട സൂചനാ ബോർഡ് തകർത്ത അപകടം. മാള പ്ലാവിൻമുറി റോഡിലാണ് അപകടം നടന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ഇരുചക്രവാഹനം മുന്നറിയിപ്പ് ബോർഡ് തകർത്ത കാനയിലേക്ക് വീണ് കിടക്കുന്ന നിലയിലാണ്. അപകട കാരണവും വാഹനം ആരുടേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഓരോ അപകടങ്ങളും ഓരോ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗും ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും തന്നെയാണ് ഒരു പരിധിവരെ വാഹന അപകടങ്ങൾക്ക് കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ ദിവസവും നിരവധി വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മാള ഗ്രാമപഞ്ചായത്തിന്റെയും മുസിരിസിന്റെയും സഹകരണത്തോടെ ഇശൽ സൺഡേ മാളയുടെ പാട്ടുകാർ സംഘടിപ്പിച്ച മാള കടവോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സൗഹൃദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരം വേദികളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. 2025 നാളെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ സാഹോദര്യവും നമ്മുടെ നല്ല മനസ്സും നല്ല ചിന്തകളും നമ്മുടെ മതേതരത്വവുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒന്നായിട്ട് നമ്മുടെ മനസ്സുകളൊക്കെ തന്നെ മാറട്ടെ എന്നാണ് ഈ വേദിയിൽ എനിക്ക് ആദ്യമായിട്ട് സന്ദേശമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്ന്. അതിനുവേണ്ടി ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ മാളാക്കടവിൻ്റെ എല്ലാ ചരിത്ര പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കറിയാം മാള കടവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പൈതൃകത്തിൻ്റെ ഒരു ചരിത്രം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ചെയർമാൻ MP മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഇൻഫോടെക് ജിയോ മച്ചാൻ, ഡോക്ടർ KK അബ്ദുൽ സലാം, ഡോക്ടർ രാജു വർഗീസ്, ഡോക്ടർ ഡേവിസ്, ഡോക്ടർ ഷൈജു ആന്റണി, കുഴൂർ വിൽസൺ, ഡോക്ടർ വിജയൻ, അനിയൻ ചിത്രശാല MP ബാബു, ജിബി മാള, KV പാപ്പച്ചൻ, KM ബാബ, അനിയൻ ആനാമ്പലത്ത് അനൂപ് ഷംസുദ്ദീൻ, KS സുധീർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് സാദിഖ് ചൂലൂരിന്റെ പണ്ടൊരു പാടത്തെന്ന മ്യൂസിക് ആൽബം പ്രകാശനം ചെയ്തു. 6 ദിവസങ്ങളിലായി
ഫുഡ് ഫെസ്റ്റ്, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ചാലക്കുടി പരിയാരം വേളൂക്കരയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. വേളൂക്കര മൂത്തുകുന്നത്ത് വീട്ടിൽ രാജന്റെ മകൻ ശരത്തിന്റെ മൃതദേഹമാണ് ചാലക്കുടി പുഴയുടെ വേളൂക്കര പമ്പ് ഹൗസ് കടവിൽ കണ്ടത്. രാവിലെ കടവിന് സമീപം ചെരുപ്പ് കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയതോടെ പുഴയിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടത്. എംപറർ ഇമാനുവൽ സഭ ഹീൽ 2024 പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുരിയാട് AUP സ്കൂളിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിറ്റിരപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. അവരിവിടെ സജ്ജമാക്കിയിരിക്കുന്നത് കണ്ടോ? നിങ്ങള് കൊച്ചുമക്കളത് കണ്ടോ? അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെ കണ്ടു? ഊഞ്ഞാല് കണ്ട? ഊഞ്ഞാലാടാ ഇഷ്ടമാണോ? പിന്നെന്താ കണ്ടേ? പാർക്കിൽ എന്തൊക്കെയുള്ളേ? സീസോ. പിന്നെ വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷനായി. സ്കൂളിനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന പാർക്കിൽ വിവിധ റൈഡുകൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MP സുബി, PTA പ്രസിഡന്റ് രജനി ഷിബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് നാട്. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകതയെന്ന പുതുവത്സര സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശം. തൃശൂരിൽ പുതുവർഷ രാത്രിയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 14-കാരൻ പിടിയിൽ. ഒപ്പമുണ്ടായിരുന്ന 16-കാരനെയും പോലീസ് പിടികൂടി. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ ഡേവിസ് ആണ് കൊല്ലപ്പെട്ടത്. മാളയിൽ അപകട സൂചനാ ബോർഡ് തകർത്ത് അപകടം. മാള പ്ലാവിൻമുറി റോഡിലാണ് അപകടം നടന്നത്. അപകട കാരണവും വാഹനം ആരുടേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.